1924 ജനുവരി 21 ഈ ദിവസമാണ് പ്രമുഖ റഷ്യൻ രാഷ്ട്രീയ നേതാവായിരുന്ന വ്ളാഡിമിർ ലെനിൻ മരണപ്പെടുന്നത്. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പി, സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകൻ, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളിൽ ഒരാൾ, മാർക്സിസത്തിൻ്റെ പ്രായോഗിക നടത്തിപ്പുകാരൻ. ലെനിൻ എന്ന പേര് ലോക ചരിത്രത്തിൽ എന്നും അമർത്യമായി നിൽക്കുന്നു. 1870 ഏപ്രിൽ 22 റഷ്യയിലെ സിംബിർസ്ക് എന്ന ചെറിയ നഗരത്തിൽ വ്ളാഡിമിർ ഇലിച്ച് ഉല്യനോവ് ജനിച്ചു. അതെ, ലെനിൻ എന്നത് അദ്ദേഹം പിന്നീട് സ്വീകരിച്ച രാഷ്ട്രീയ പേരാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇലിയ നിക്കോളയേവിച്ച് ഉല്യനോവ് ഒരു സ്കൂൾ ഇൻസ്പെക്ടറായിരുന്നു. 8 കുട്ടികളുണ്ടായിരുന്ന കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയായിരുന്ന വ്ളാഡിമിർ മിടുക്കനായ വിദ്യാർത്ഥിയുമായിരുന്നു. പുസ്തകങ്ങളോടും വിദ്യാഭ്യാസത്തോടുമുള്ള സ്നേഹം കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1887 ലെനിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ അലക്സാണ്ടർ റഷ്യൻ സാർ അലക്സാണ്ടർ മൂന്നാമനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നതിന് വധിക്കപ്പെട്ടു. 17 വയസ്സുകാരനായ വ്ളാഡിമിറിന് ഇത് വലിയ ആഘാതം ഉണ്ടാക്കി. സഹോദരന്റെ മരണം ലെനിനിൽ ആഴത്തിലുള്ള രാഷ്ട്രീയ ബോധം ഉണർത്തി. സാർ ഭരണകൂടത്തോടുള്ള എതിർപ്പ് ഇതോടെ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായി. കസാൻ സർവകലാശാലയിൽ നിയമം പഠിക്കാൻ ചേർന്നെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് പുറത്താക്കപ്പെട്ടു. പിന്നീട് സ്വകാര്യ പഠനത്തിലൂടെ നിയമത്തിൽ ബിരുദം നേടി. ഈ കാലഘട്ടത്തിലാണ് കാൾ മാർക്സിന്റെ രചനകൾ വായിച്ച് അദ്ദേഹം മാർക്സിസത്തിലേക്ക് ആകൃഷ്ടനായത്. 1890കളിൽ ലെനിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാർക്സിസ്റ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൊഴിലാളികൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി. 1895 സാർ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 14 മാസം ജയിലിൽ കഴിഞ്ഞ ശേഷം സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. നാടുകടത്തൽ കാലത്ത് അദ്ദേഹം തൻ്റെ സഹവിപ്ലവകാരിയായ നാദേഷ്ദ കുബ്സ്കായയെ വിവാഹം കഴിച്ചു. 1902 അദ്ദേഹം വാട്ട് ടു ബി ഡൺ എന്ന തൻ്റെ പ്രധാന കൃതി പ്രസിദ്ധീകരിച്ചു. അതോടെ കർഷകരെയും തൊഴിലാളികളെയും നയിക്കാൻ ഒരു പാർട്ടി, വിപ്ലവകാരികളുടെ വാൻഗാർഡ് പാർട്ടി വേണം എന്ന തൻ്റെ ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു. 1900 നാടുകടത്തൽ അവസാനിച്ചപ്പോൾ ലെനിൻ റഷ്യ വിട്ട് യൂറോപ്പിലേക്ക് പോയി. അടുത്ത 17 വർഷം അദ്ദേഹം സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ കഴിഞ്ഞു. ലെനിൻ ഒരു ചെറിയ അച്ചടക്കമുള്ള വിപ്ലവകരമായ പാർട്ടിക്ക് വേണ്ടി വാദിച്ചു. ആ വിഭാഗമാണ് ബോൾഷെവിക്കുകൾ, അതായത് ഭൂരിപക്ഷം. അദ്ദേഹത്തെ എതിർത്ത മാർട്ടോവിൻ്റെ വിഭാഗം മെൽഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം എന്നറിയപ്പെട്ടു. ബോൾഷെവിക്കുകളുടെ നേതാവായി ലെനിൻ മാറി. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയും യുദ്ധത്തിൽ ചേർന്നു. യുദ്ധം റഷ്യൻ ജനതയ്ക്ക് അസഹനീയമായ കഷ്ടപ്പാടുകൾ കൊണ്ടുവന്നു. ദശലക്ഷക്കണക്കിന് സൈനികർ മരിച്ചു. ഭക്ഷണക്ഷാമം രൂക്ഷമായി. ജനങ്ങൾ സാർ നിക്കോളാസ് രണ്ടാമനോട് അതൃപ്തരായി. 1917 മാർച്ചിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വലിയ സമരങ്ങൾ ആരംഭിച്ചു. പട്ടിണിയും യുദ്ധവും മടുത്ത ജനങ്ങൾ തെരുവിലിറങ്ങി. സൈന്യം സാറിൻ്റെ പിന്തുണ നിരസിച്ചു. മാർച്ച് 15 സാർ നിക്കോളാസ് രണ്ടാമൻ സിംഹാസനം ഉപേക്ഷിച്ചു. റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. എന്നാൽ താൽക്കാലിക സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. യുദ്ധം തുടർന്നു. ഏപ്രിൽ ആയപ്പോൾ ജർമ്മനിയുടെ സഹായത്തോടെ ഒരു സീൽഡ് ട്രെയിനിൽ ലെനിൻ റഷ്യയിലേക്ക് മടങ്ങി. സെന്റ് പീറ്റേഴ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം പ്രസിദ്ധമായ ഏപ്രിൽ തീസിസ് അവതരിപ്പിച്ചു. എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി.
താൽക്കാലിക സർക്കാരിനെ എതിർക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സമാധാനം, ഭൂമി, റൊട്ടി എന്ന 3 ലളിതമായ വാഗ്ദാനങ്ങളിലൂടെ ബോൾഷെവിക്കുകൾ ജനകീയ പിന്തുണ നേടി. ഒക്ടോബറിൽ ബോൾഷെവിക്കുകളുടെ ചുവന്ന ഗാർഡുകൾ എട്രോഗാർഡിലെ വിന്റർ പാലസ് പിടിച്ചെടുത്തു. വിന്റർ പാലസിൽ താൽക്കാലിക സർക്കാർ അറസ്റ്റിലായി. ഈ വിപ്ലവം താരതമ്യേന രക്തരഹിതമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത ദിവസം ലെനിൻ നയിക്കുന്ന പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടു. ഉടൻ തന്നെ നിരവധി ഡിക്രികൾ പുറപ്പെടുവിച്ചു. യുദ്ധം അവസാനിപ്പിക്കുക, കർഷകർക്ക് ഭൂമി നൽകുക, തൊഴിലാളികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുക. 1918 മുതൽ 1922 വരെ റഷ്യ ഭീകരമായ ആഭ്യന്തര യുദ്ധങ്ങളിലൂടെ കടന്നുപോയി. ചുവന്ന സൈന്യം, അതായത് ബോൾഷെവിക്കുകൾ, വെള്ള സൈന്യത്തെ, അതായത് സാർ അനുകൂലികളെ നേരിട്ടു. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ വെള്ള സൈന്യത്തെ സഹായിച്ചു. യുദ്ധം ലക്ഷക്കണക്കിന് ജീവനുകൾ അപഹരിച്ചു. പട്ടിണിയും രോഗവും പടർന്നു. എന്നാൽ അവസാനം ചുവന്ന സൈന്യം വിജയം നേടി. ലെനിന്റെ റെഡ് ആർമിയും സാറിസ്റ്റ് അനുകൂലികളായ വൈറ്റ് ആർമിയും തമ്മിലുള്ള ഈ യുദ്ധം 3 വർഷം നീണ്ടുനിന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ലെനിൻ എതിരാളികളെ അടിച്ചമർത്താനായി റെഡ് ടെറർ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ചെക്ക എന്ന രഹസ്യ പോലീസിന് രൂപം നൽകി. 1921 ആഭ്യന്തര യുദ്ധം അവസാനിച്ചെങ്കിലും സാമ്പത്തിക രംഗം തകർന്നു. തൊഴിലാളികളുടെയും കർഷകരുടെയും അസംതൃപ്തി വർദ്ധിച്ചു. ഈ പ്രതിസന്ധി മറികടക്കാൻ ലെനിൻ പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ചെറിയ തോതിലുള്ള മുതലാളിത്തപരമായ സ്വാതന്ത്ര്യം നൽകി. ഇത് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിച്ചു. 1922 ഡിസംബർ 30 യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR ഔദ്യോഗികമായി രൂപീകരിച്ചു. റഷ്യ, യുക്രൈൻ, ബെലാറസ്, കോക്കസസ് പ്രദേശങ്ങൾ ഒന്നിച്ചു. ലെനിൻ പ്രഥമ പ്രധാനമന്ത്രിയായി. 1922 ലെനിന് ആദ്യത്തെ പക്ഷാഘാതം ഉണ്ടായി. ആരോഗ്യസ്ഥിതി വഷളായതോടെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കഴിഞ്ഞില്ല. പിന്നീട് കൂടുതൽ പക്ഷാഘാതങ്ങൾ സംഭവിച്ചു. പതുക്കെ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടു. 1924 ജനുവരി 1 53-ാം വയസ്സിൽ വ്ളാഡിമിർ ലെനിൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം എംബാം ചെയ്ത് മോസ്കോയിലെ റെഡ് സ്ക്വയറിലെ ഒരു ശവകുടീരത്തിൽ സൂക്ഷിക്കുന്നു. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് സന്ദർശിച്ചു വരുന്നു. ലെനിൻ മാർക്സിസത്തെ വികസിപ്പിച്ച് മാർക്സിസം ലെനിനിസം എന്ന പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം മാർക്സിസത്തെ റഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതിയതായിരുന്നു. ലെനിൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സ്വാധീനം സോവിയറ്റ് യൂണിയനായിരുന്നു. 70 വർഷത്തിലധികം ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായി ആ രാജ്യം നിലനിന്നു. ലെനിൻ കമ്മ്യൂണിസത്തിന് വേണ്ടി അടിത്തറ പാകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്റ്റാലിൻ അധികാരം പിടിച്ചതോടെ ആ രാജ്യത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി. എങ്കിലും ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പോരാട്ടങ്ങൾക്ക് ലെനിൻ ഒരു പ്രചോദനമായി നിലനിൽക്കുന്നു.